രാജ്യത്തിന്റെ കാർഷിക മേഖലയിൽ വൻ ഉണർവ്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കാർഷിക ഉൽപ്പാദനം 29.49 ലക്ഷം കോടി രൂപയായി. സർക്കാർ കണക്കുകൾ. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലെ മോദി സർക്കാരിന്റെ പ്രവർത്തന ഫലം കൂടിയാണ് കാർഷിക അനുബന്ധ മേഖലകളിലെ സ്ഥിര വളർച്ച. രാജ്യത്തെ പ്രധാന വരുമാന സ്രോതസ്സാണ് കാർഷിക മേഖല. കാർഷിക ഉൽപ്പാദനത്തിൽ ലോകത്തിൽ 2ാം സ്ഥാനത്തും. 2012-നും 2024-നുമിടയിൽ മൊത്ത ഉൽപ്പാദന മൂല്യം 54.6% വർദ്ധിച്ച് 29.49 ലക്ഷം കോടിയായി. വിളകൾക്ക് പുറമെ ധാന്യങ്ങളും പഴം പച്ചക്കറിയും നേട്ടമുണ്ടാക്കി. കൃഷിയും അനുബന്ധ മേഖലയും നൽകുന്ന മൊത്ത ഉൽപ്പാദന മൂല്യം 10 വർഷത്തിൽ 19.08 ലക്ഷം കോടിയിൽ നിന്നാണ് 29.49 ലക്ഷം കോടി രൂപയായത്. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, പഞ്ചാബ്, തെലങ്കാന, ഹരിയാന എന്നീ 5 സംസ്ഥാനങ്ങളാണ് ധാന്യമേഖലയിൽ കൂടുതൽ സംഭാവന ചെയ്തത്. പഴവർഗ്ഗത്തിൽ ഏറ്റവും കൂടുതൽ വിപണി മാമ്പഴത്തിൻ്റെതാണ്. പച്ചക്കറിയിലാകട്ടെ ഉരുളക്കിഴങ്ങും. ഹോർട്ടിക്കൾച്ചറിലെ വർദ്ധിക്കുന്ന വാണിജ്യ താൽപ്പര്യവും റിപ്പോർട്ട് പ്രതിപാദിക്കുന്നു. കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം കഴിഞ്ഞ സാമ്പത്തിക വർഷം ഏറ്റവും കൂടുതൽ മികവ് കാട്ടിയത് കാർഷിക മേഖലയായിരുന്നു. രാജ്യത്തിന്റെ പ്രവർത്തനത്തിൽ 1ാം എഞ്ചിനാണ് കാർഷിക മേഖലയെന്നാണ് ബജറ്റ് അവതരണ വേളയിൽ ഇത്തവണയും ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞത്. കാർഷിക മേഖലയ്ക്കും കർഷകർക്കുമായി ഓരോ ബജറ്റിലും അല്ലാതെയും നരേന്ദ്രമോദി സർക്കാർ ഒരുക്കുന്ന പദ്ധതികൾ കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകി. കാർഷിക വളർച്ചയും ഉൽപ്പാദനക്ഷമതയും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് മോദി സർക്കാരിന്റെ പ്രഖ്യാപിത നയം. നാഷണൽ ഡെസ്ക്, ജനം.